നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇറ്റാലിയൻ കിസ് ചോദിച്ചും സ്വന്തം വസ്ത്രമുരിഞ്ഞും വിമാനത്തിൽ അഴിഞ്ഞാടി യാത്രികൻ. വിമാനത്തിനുള്ളിലായിരുന്നു ഈ യാത്രികന്റെ കോപ്രായങ്ങൾ നടന്നത്. തിങ്കളാഴ്ച ഡൽഹിയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള എയർ ഏഷ്യ വിമാനത്തിലാണ് സംഭവം നടന്നത്. യാത്രക്കാരൻ 2 തവണ തന്റെ വസ്ത്രം ഉരിയുകയും വിമാന ജീവനക്കാരിയോട് ഇറ്റാലിയൻ കിസ് ആവശ്യപ്പെടുകയും ലാപ്ടോപ്പ് നിലത്തെറിഞ്ഞ് നശിപ്പിക്കുകയും അടക്കമുള്ള പരാക്രമം നടത്തി. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് വ്യോമ മന്ത്രാലയം പരിശോധിച്ചു വരുന്നതായാണ് സൂചന. ഏപ്രിൽ 6-ന് I-5722 വിമാനം പറന്നുയർന്ന് കുറച്ച് സമയത്തിന് ശേഷം യാത്രക്കാരൻ ഇറ്റാലിയൻ കിസ് നൽകാൻ ആവശ്യപ്പെട്ട് ജീവനക്കാരിയെ സമീപിക്കുകയായിരുന്നു. യാത്രക്കാരനെ സീറ്റിൽ ചെന്നിരിക്കാൻ ആവശ്യപ്പെട്ട ശേഷം ജീവനക്കാർ അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്തു. ചുംബനം ആവശ്യപ്പെട്ടതിൽ യാത്രക്കാരൻ പിന്നീട് മാപ്പ് അപേക്ഷിച്ചതായി AI പറയുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം യാത്രക്കാരൻ വസ്ത്രം അഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അയാളോട് വസ്ത്രം ധരിക്കാൻ വിമാന ജീവനക്കാർ ആവശ്യപ്പെടുകയും അയാൾ അത് അനുസരിക്കുകയും ചെയ്തു. എന്നാൽ വിമാനമിറങ്ങിയ ഉടൻ അയാൾ വീണ്ടും വസ്ത്രം അഴിക്കുകയും സ്വന്തം ലാപ്ടോപ്പ് നിലത്തെറിയുകയും ചെയ്തു. വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത് സംഭവിച്ചത്. ജീവനക്കാരുടെ നിർദ്ദേശമനുസരിച്ച് ഇയാൾ വീണ്ടും വസ്ത്രം അണിയുകയാണ് ഉണ്ടായത്. ലൈഫ് ജാക്കറ്റിന്റെ കാര്യം പറഞ്ഞാണ് ഇയാൾ വിമാനത്തിലെ ജീവനക്കാരോട് കലഹിക്കാൻ ആരംഭിച്ചതെന്ന് ഒരു സഹയാത്രികൻ വെളിപ്പെടുത്തി. പിന്നീട് ഇയാൾ ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറുകയും തുടർന്നാണ് വസ്ത്രം അഴിക്കുകയും ചെയ്തതായി ഇയാൾ കൂട്ടിച്ചേർത്തത്. എയർ ഏഷ്യ ജീവനക്കാരൻ ശല്യക്കാരനായ യാത്രക്കാരനെതിരെ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ യാത്രാവിലക്ക് ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുന്നതായി കേന്ദ്ര വ്യോമ മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രതികരിക്കുകയും ചെയ്തു. 30 ദിവസത്തെ യാത്രാവിലക്ക് ഇയാൾക്കെതിരെ ഏർപ്പെടുത്താനായിട്ടുള്ളതാണ് റിപ്പോർട്ട്. ഇയാൾ മദ്യലഹരിയിലായിരിക്കാനിടയുണ്ടെന്ന് എയർ ഏഷ്യ വക്താവ് വെളിപ്പെടുത്തിയിട്ടുമുണ്ട്.